വലിയവന്റെ വമ്പൻ കാറുകൾക്ക് നേരെ പോലീസിന്റെ കൈകൾ നീളാറില്ല. പോങ്ങനെ എവിടെ കണ്ടാലും പൊക്കിക്കൊണ്ടുപോവാറുമുണ്ട്. പണക്കാരന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുകയും പാവപ്പെട്ടവന് നേരെ മുക്രയിട്ട് മുഷ്കരാവുകയും ചെയ്യുന്ന പോലീസ് സേന ഈ അർഹതയും യോഗ്യതയും ഒരേ അർത്ഥം പേറുന്ന രണ്ട് വാക്കാണെന്ന് വിചാരിക്കുന്ന പലരുമുണ്ട് നമുക്കിടയിൽ, അല്ലെ? ഇനിയിപ്പോ അതങ്ങനെയാണ് എന്ന് മലയാള ഭാഷ തന്നെ വാശി പിടിച്ചാൽ പോലും പോങ്ങനത് അംഗീകരിക്കില്ല. എന്നെ സംബന്ധിച്ച് അർഹതയും യോഗ്യതയും രണ്ടാണ്. യോഗ്യതയുള്ളവരെല്ലാം അർഹരുമല്ല, അതുപോലെ തന്നെ അർഹരായവരൊക്കെ യോഗ്യരാണ് എന്ന് പറയാനും പറ്റില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ സംഗതി പോകണമെന്ന് വിശദീകരിക്കാം. അതായത് 2018 ഓഗസ്റ്റ് മാസം 8-ാം തീയതി നമ്മുടെ PSC ഒരു പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ അങ്ങോട്ടേക്ക് നടത്തി. ഫലം വന്നപ്പോൾ 1-ാം റാങ്ക് ശിവരഞ്ജിത്തിന്, 2-ാം റാങ്ക് പ്രണവിന്, നസീമിന് 26-ാമത്തെയോ അല്ലെങ്കിൽ 28-ാമത്തെയോ റാങ്ക്. സ്വാഭാവികമായും മൂന്നവന്മാരും പോലീസ് കോൺസ്റ്റബിൾമാരാവാൻ യോഗ്യരാണ്. എന്നാൽ അവർ ആ ജോലിക്ക് അർഹരാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് മാത്രമേ പറയാൻ പറ്റൂ. മൂവരും യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കളായിരുന്നു. എന്നാൽ അതാണോ അവരെ അനർഹരാക്കുന്നത്? ഒരിക്കലുമല്ല. മൂന്നുപേരും യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നിട്ടുള്ള ഒരു കുത്തുകേസിലെ പ്രതികളാണെന്നതാണോ അവരെ അയോഗ്യരാക്കുന്നത്? അങ്ങനെയുമല്ല, അതുമല്ല. അല്ലെങ്കിൽ അത് മാത്രമല്ല, അവർ മൂന്നുപേരും പരീക്ഷയിൽ ജയിച്ച് യോഗ്യത നേടിയത് പൂർണ്ണമായും കോപ്പി അടിച്ചാണ്. അതും നല്ല ഒന്നാന്തരം ഹൈടെക് കോപ്പിയടി എന്ന് വെച്ചാൽ സ്മാർട്ട് വാച്ചും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റമറ്റ കോപ്പിയടി, പഴുതടച്ചുള്ള കോപ്പിയടി. പരീക്ഷാ ഹാളിൽ നിന്നും ചോദ്യപേപ്പർ മോഷ്ടിച്ചെടുത്തു. അക്കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്ന ഗോകുലും പിന്നെ സഫീറും ചേർന്ന്, ഗോകുലും സഫീറുമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അവർ ചേർന്നിട്ട് ഈ സ്മാർട്ട് ഫോണിലൂടെ ഉത്തരങ്ങളൊക്കെ മൂന്നവന്മാർക്കും അയച്ചു കൊടുത്തു. ആ ശരിയായ ഉത്തരം 3 പേർക്കും കൃത്യമായിട്ട് അയച്ചു കൊടുത്തിട്ടും നസീമിന് 26-ാമത്തെ റാങ്കേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പേറുന്ന സൈദ്ധാന്തിക പരിമിതിയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് വെറുതെ ഒന്ന് ഓർക്കണം കേട്ടോ. അതല്ല നമ്മുടെ വിഷയമെങ്കിൽ പോലും അതൊന്ന് ഓർക്കണം. എന്തായാലും ഈ പോലീസ് കസ്റ്റഡിയിലായിരുന്ന സമയത്ത് അവരെ 3 പേരെയും അതേ ചോദ്യപേപ്പർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ ചോദ്യപേപ്പർ നൽകിയിട്ട് അവരെ കൊണ്ട് ഒന്നുകൂടി പരീക്ഷയ്ക്ക് ഇരുത്തി. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് പോലും അവർക്ക് ആ പരീക്ഷയിൽ നിന്ന് നേടാനായിട്ടില്ല. അതായത് ഒരാൾ 1-ാം റാങ്ക് മേടിക്കുന്നു, മറ്റൊരാൾ 2-ാം റാങ്ക് മേടിക്കുന്നു, മൂന്നാമതൊരാൾ 26-ാമത്തെയോ 28-ാമത്തെയോ റാങ്ക് വാങ്ങുന്നു. അതേ ചോദ്യപേപ്പർ കൊടുത്തിട്ട് ഒന്നുകൂടി പരീക്ഷ എഴുതിച്ചപ്പോൾ 5 മാർക്ക് പോലും അവന്മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ പോലീസ് ആവാൻ വേണ്ടുന്ന യോഗ്യതയോ അർഹതയോ ഉള്ളവരായിരുന്നില്ല അവർ, അല്ലെ? പക്ഷെ ആ കോപ്പിയടി പുറം ലോകം അറിഞ്ഞില്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അവരും ഇന്ന് പോലീസ് സേനയുടെ ഭാഗം തന്നെ ആകുമായിരുന്നു. ഇത്രയും ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുജിത്തിനെ ആ പോലീസുകാർ മർദ്ദിക്കുന്ന വീഡിയോ കണ്ടതിന്റെ വേവലാതിയിലാണ്. എത്ര പകപുരസരമാണ് അവർ ആ മനുഷ്യനെ വേദനിപ്പിച്ചത്. ലോക്കപ്പ് മരണം സംഭവിക്കാതിരുന്നത് ആയുസിന്റെ ബലം കൊണ്ട്, സുജിത്തിന്റെ ആയുസിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ്. ശരീരം അറിഞ്ഞതിലും എത്രയോ കടുത്ത വേദനയാവും ആ മനുഷ്യന്റെ മനസ്സ് അനുഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ചിന്തിച്ചത്. ഇതുപോലെ എത്രയോ സുജിത്തുമാർ ഇത്തരം ഉപദ്രവങ്ങൾക്ക് ഇങ്ങനെ ഇരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് സത്യം പറഞ്ഞാൽ പോങ്ങൻ ഇപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ മുതലുള്ള ചിന്തയാണ്. എത്രയോ ആളുകൾ നിസ്സഹായരായി ഇടികൊണ്ട് അപ്പിയിട്ടിട്ടുണ്ടാവും, അല്ലെ? ഒരു മനുഷ്യന്റെ അഭിമാനത്തിനേൽക്കുന്ന മുറിവും ചതവും ചികിത്സിക്കാൻ മാത്രം ആരോഗ്യശാസ്ത്രം വളർന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് നിസ്സാരവൽക്കരിക്കരുത്. സേനയിലെ മറ്റ് കാക്കിധാരികൾക്ക് സാംസ്കാരിക ബുദ്ധിയും മാനവിക ബോധവും പരിഷ്കൃത ചിന്തയും പുരോഗമന കാഴ്ചപ്പാടും ഒക്കെ നൽകാൻ പ്രാപ്തമായ നിലയിൽ സുജിത്തിനെ ഉപദ്രവിച്ച 5 പോലീസുകാർക്കും അർഹമായിട്ടുള്ള ശിക്ഷ നൽകണം. പോങ്ങന്റെ കണ്ണിൽ അവർ അർഹിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ജോലിയിൽ നിന്നുമുള്ള പിരിച്ചുവിടലാണ്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ. ശേഷം മറ്റ് നിയമ നടപടികൾ വിധിയാമണ്ണം കൈക്കൊള്ളണം. കാരണം പ്രത്യേകിച്ച് യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ ഇത്ര ക്രൂരമായി ഉപദ്രവിച്ചത് വഴി അവർ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്നത് ഒരേ ഒരു വസ്തുത മാത്രമാണ്. അതായത് പോലീസ് സേനയിൽ പ്രവർത്തിക്കാനുള്ള യോഗ്യതയോ അർഹതയോ അവർക്ക് ആർക്കും ഇല്ല എന്ന്. മറ്റൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ 2018 ഓഗസ്റ്റ് മാസം 8-ന് നടന്ന കോപ്പിയടി പോലീസ് സേനയിലേക്ക് പ്രവേശിക്കാൻ അനർഹരായിട്ടുള്ള അയോഗ്യർ നടത്തിയ പ്രഥമ പരിശ്രമമായിരുന്നില്ല എന്ന സത്യം കൂടി തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം. അനർഹരും അയോഗ്യരുമായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും അതുപോലെ തന്നെ മതസ്വാധീനത്തിന്റെയും ഒക്കെ പിൻബലത്തിൽ സേനയിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്ന് പറയുന്ന വസ്തുത അത് മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. മറച്ചു വെച്ചാലും തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ യുഗത്തിൽ തെളിവുകളോടെ അതെല്ലാം തെളിഞ്ഞു വരും. പൗരന്മാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ കാക്കിയിട്ട കൊടിസുനികളായി പാർട്ടി പ്രവർത്തനം നടത്തി ശമ്പളം പറ്റുന്നത് പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഏർപ്പാടാണല്ലേ? അങ്ങനെയാണ് പോങ്ങന്റെ ഒരു വിചാരം. പണക്കാരന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുകയും പാവപ്പെട്ടവന് നേരെ മുക്രയിട്ട് മുഷ്കരാവുകയും ചെയ്യുന്ന പോലീസ് സേന നാടിന് നാണക്കേടാണ്. സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ നമ്മുടെ പോലീസിന്റെ ആസ്ഥാന മന്ദിരത്തിന് സമീപത്തായി
അതിസമ്പന്നന്മാർക്കുള്ള ഒരു അത്യാഡംബര ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. നേരം പാതിരാവ് കടക്കുമ്പോൾ വമ്പന്മാർ അടിച്ച് കിണ്ടിയായി BMW, ഔഡി, മെഴ്സിഡീസ് അങ്ങനെയുള്ള മുന്തിയ കാറുകളെ തെളിച്ചുകൊണ്ട് അവനവന്റെ വീട് ലക്ഷ്യമാക്കി വളയത്തിന് പിന്നിലിരിക്കുന്ന കാഴ്ച തീർച്ചയായിട്ടും പലപ്പോഴും പോങ്ങൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു നിശാസഞ്ചാരി ആയതുകൊണ്ട് മാത്രമല്ല, ഞാനും മദ്യപൻ ആയിരുന്ന കാലത്ത് തീർച്ചയായിട്ടും അത് വ്യാപകമായി നടക്കുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പോലീസ് വണ്ടിയിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവരൊക്കെ മനോഹരമായി കുടിച്ചു കൂത്താടി അവനവൻ്റെ വീട്ടിലേക്ക് വലിയ മുന്തിയ വണ്ടിയിലും പോയിട്ടുണ്ട്. ഒരു പെറ്റി പോലും അവർക്കാർക്കും അടയ്ക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ധാരാളം പൈസ ഖജനാവിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ കുടികാലത്ത്. വലിയവന്റെ വമ്പൻ കാറുകൾക്ക് നേരെ പോലീസിന്റെ കൈകൾ നീളാറില്ല. പോങ്ങനെ എവിടെ കണ്ടാലും പൊക്കിക്കൊണ്ടുപോവാറുമുണ്ട്. വമ്പന്മാരായ സമ്പന്നർക്ക് മുന്നിൽ ഊമ്പന്മാരായും ഊമ്പന്മാരായ പോങ്ങന്മാർക്ക് മുന്നിൽ വീമ്പന്മാരായും വിലസുന്ന കാക്കിധാരികൾ പോലീസ് സേനയിലെ യോഗ്യരും അർഹരുമായിട്ടുള്ള അസൽ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് അപമാനം മാത്രമാണ്. അതാണ് പോങ്ങന്റെ അഭിപ്രായം. ഈ സുജിത്തിന്റെ സ്ഥാനത്ത് ഒരു കമ്മി നേതാവോ അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംഘി നേതാവോ ആയിരുന്നുവെങ്കിൽ പോലീസ് ഈ കസറത്തിന് നിൽക്കില്ല, ഉറപ്പായിട്ടും നിൽക്കില്ല. സത്യമല്ലേ അത്? എന്തായാലും ഈ ക്രൂരത വച്ച് പൊറപ്പിക്കാൻ പാടില്ല. സുജിത്തിനെ തല്ലിയവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് അവർക്കുള്ള ശിക്ഷാ നടപടികൾ ആരംഭിക്കണം. ആദ്യം ചെയ്യേണ്ടത് പിരിച്ചുവിടുക, ശേഷം ബാക്കി നടപടിക്രമങ്ങൾ. ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. നീ കാക്കിയിട്ട കൊടിസുനികൾ ഖജനാവ് പണം പറ്റിക്കൊണ്ട് പാർട്ടി പണി എടുക്കേണ്ട കാര്യം ഇവിടെയില്ല. അനുവദിച്ചു കൊടുക്കരുത്, അംഗീകരിച്ചു കൊടുക്കരുത്. ഈ മലപ്പുറത്തുകാരനായിട്ടുള്ള SI സാറിൻ്റെ പഴയകാല കഥകളൊക്കെ പാച്ചയ്ക്ക് പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു തവണത്തേക്ക് ഞമ്മൻ്റെ സാറിനോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്ന യാചനയുമായി അദ്ദേഹത്തിൻ്റെ ജില്ലക്കാർ സാഹോദര്യ ബുദ്ധിയോടുകൂടി ഇറങ്ങിയിട്ടുണ്ട്. ക്ഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നേ, ഒരു കാര്യവുമില്ല. കാരണം ഇതൊരു അബദ്ധമല്ല, കരുതി കൂട്ടി നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള വളരെ മനഃപൂർവ്വമായിട്ടുള്ള കൊടും കുറ്റകൃത്യമാണ്. അബദ്ധം പറ്റിയതല്ല. നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ, അതും ഒരു പൂജാരിയെ, അയാളുടെ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടുള്ള മാലയും ചരടുമൊക്കെ അഴിപ്പിച്ചു മാറ്റി തല്ലി കർണപടം പൊട്ടിച്ചത് അബദ്ധമാണോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? കുനിച്ചു നിർത്തി ഇടിച്ച് നട്ടലിൻ്റെ കശേരുക്കളുടെ എണ്ണം കൂട്ടിക്കൊടുത്തത് കയ്യബദ്ധമാണോ? അങ്ങനെയാണോ വിചാരിക്കണ്ടേ? പ്രാർത്ഥിക്കാൻ മുട്ടി അങ്ങനെ അങ്ങോട്ട് ദേവാലയത്തിലേക്ക് ഹെൽമറ്റ് വെക്കാതെ ഇരുചക്രത്തിൽ പായുന്ന പൗരനെ പിടിച്ച് പറ്റിയടിപ്പിക്കാത്ത പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ? എൻ്റെ കൂട്ടുകാരിൽ ഇഷ്ടം പോലെ പേര് പോലീസുകാരുണ്ട്, എനിക്കറിയാം. മതത്തൊപ്പി മാറ്റി മണ്ടയിൽ ഹെൽമറ്റ് വെച്ച് വണ്ടി ഓടിക്കാൻ പറഞ്ഞുപോയാൽ നാട്ടുമതേതരത്വത്തിന് ഊനം തട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിൽ വകതിരിവിൻ്റെ പച്ച വെളിച്ചം ബുദ്ധിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാന്തരം പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള നാട്ടിൽ ഒരു പൂജാരിയുടെ വിശ്വാസത്തെ അവഹേളിച്ചും ആ മനുഷ്യനെ അധിക്ഷേപിച്ചും അടിച്ച അയാളുടെ കേൾവി ശക്തിക്ക് പരിക്കേൽപ്പിച്ചതും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പിഴവ് മാത്രമാണോ? അങ്ങനെയാണോ കാണേണ്ടത്? അല്ല, അങ്ങനെ കാണണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പറയരുത്. പൊതുജനങ്ങളുടെ പണം കൊണ്ട് അവരൊന്നും കുടുംബം പോറ്റേണ്ട കാര്യം ഇനി ഇല്ലാന്ന് തന്നെയാണ് വെക്കേണ്ടത്. 5 പേരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. അതല്ലാതെ നൽകുന്ന മറ്റൊരു ശിക്ഷയും ഈ കുറ്റത്തിന് ഒട്ടും തന്നെ ചേരില്ല. ഈ തെമ്മാടിത്തരം കാണിച്ചവന്മാരെ ആദരിക്കുന്ന പണിയാവില്ല അതിൽ കുറഞ്ഞ ഒരു ശിക്ഷ. സ്വന്തം വകതിരിവിൻ്റെ പുറത്ത് സർക്കാർ അങ്ങനെ ചെയ്താൽ എൻ്റെ അടുത്ത വോട്ട് CPM-ന്, ഈ പോങ്ങൻ്റെ അടുത്ത വോട്ട് CPM-ന് ഞാൻ നൽകും. സസ്പെൻഷനിൽ മാത്രം ശിക്ഷ ഒതുക്കിയാൽ എൻ്റെ വോട്ട് നോട്ടയ്ക്ക്. രാഷ്ട്രീയ വൈരാഗ്യം മാറ്റിവെച്ച് സുജിത്തിനെ തല്ലിച്ചതച്ചവരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടുന്ന നിലയിൽ പ്രക്ഷോഭ നീക്കങ്ങൾ വളരെ ആത്മാർത്ഥമായി നടത്തിക്കൊണ്ട് CPIM-നെ പ്രതിസന്ധിയിലാക്കി പോലീസുകാരുടെ തൊപ്പി തെറിപ്പിച്ചാൽ പോങ്ങൻ്റെ വോട്ട് BJP-ക്ക്. പോലീസുകാരോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ തയ്യാറാവില്ല എന്ന് പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പ്രക്ഷോഭ സമര സമ്മർദ്ദങ്ങൾ ഫലിക്കാതെ പോവുകയും പോലീസുകാർ സർവീസിൽ അങ്ങനെ അങ്ങോട്ടേക്ക് തുടരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ എൻ്റെ വോട്ട് തീർച്ചയായിട്ടും ഞാൻ കോൺഗ്രസിന് കൊടുക്കും. അതായത് കൂടെയുള്ള ഈ ജമാഅത്തയുടെ യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങളിലും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സമ്മർദ്ദങ്ങളിലും വീഴാതെ
ആ 5 പോലീസുകാരെയും പുറത്താക്കണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനായിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നടത്തിക്കൊണ്ട് അവരുടെ തൊപ്പി തെറിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ എൻ്റെ വോട്ട് തീർച്ചയായിട്ടും കോൺഗ്രസിന്. എന്തായാലും പോലീസ് സേനയെ പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന നിലയിൽ അങ്ങനെ അങ്ങോട്ടേക്ക് പരിവപ്പെടുത്താൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും കാഴ്ചവെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. കള്ളത്തരത്തിലൂടെ യോഗ്യത നേടി സേനയുടെ ഭാഗമായ സകല അനർഹരെയും പുറത്താക്കി സേനയുടെ കാര്യക്ഷമത ഉയർത്താൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളുടെ നാന്ദി കുറിക്കൽ ചടങ്ങായി സുജിത്തിനെ തല്ലിയ പോലീസുകാരുടെ പിരിച്ചുവിടലിനെ മാറ്റുകയാണ് വേണ്ടത്. ഈ കൊട്ടേഷൻ തൊഴിലാളികളായി വാഴേണ്ടവർ അല്ലെങ്കിൽ കൊട്ടേഷൻ തൊഴിലാളികളാവേണ്ട മനുഷ്യരെ നീതി നിർവഹണത്തിന് നിയമിക്കുന്നത് ഗോവിന്ദച്ചാമിക്ക് ലേഡീസ് ഹോസ്റ്റലിന്റെ നടത്തിപ്പ് ചുമതല ഏൽപ്പിക്കുന്ന പോലൊരു മണ്ടൻ പോക്കണക്കേടാണ്. പറയാതെ പറ്റില്ല, മണ്ടത്തരമാണ്. അതുകൊണ്ട് 5 അവന്മാരുടെയും തൊപ്പി തെറിപ്പിച്ച് നാട്ടുഗുണ്ടകളായി ജീവിക്കാൻ അവരെ അങ്ങോട്ട് അനുവദിക്കുക, അവരെ വിട്ടേക്കുക. അങ്ങനെ കാക്കി ഊരിക്കിട്ടിയ നാട്ടുകാർക്ക് വളരെ നിസ്സാരമായി അവരെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പോകേണ്ട ഒരു വിചാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യായവും നീതിയും നന്മയും സത്യവും ധർമ്മവുമൊക്കെ ഈ നാട്ടിൽ അങ്ങനെ അങ്ങോട്ടേക്ക് നടമാടട്ടെ. അർഹരായവരും യോഗ്യരായവരും മാത്രം സേനയുടെ ഭാഗമാവുകയും ചെയ്യട്ടെ. സേനയുടെ മാത്രമല്ല, എവിടെയും അർഹരും യോഗ്യരുമായിട്ടുള്ള ആളുകൾ മാത്രം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സമൂഹം എന്ന് പറയുന്ന സംവിധാനം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകും. പൗരജനതയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ലഭിക്കും. ജനിച്ചു കിട്ടിയ ജീവിതം അഭിമാനത്തോടെ വളരെ അന്തസ്സോടുകൂടി നയിച്ച് സ്വന്തം ജീവിതം മതിയാക്കി ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം അപ്പോഴേ വരൂ. അതായത് അർഹരും യോഗ്യരുമായിട്ടുള്ള ആളുകൾ അവരവരുടെ ജോലികൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം. സമൂഹത്തിലെ എല്ലാ രംഗത്തും അർഹരും യോഗ്യരുമായിട്ടുള്ള ആളുകൾ മാത്രം വേലയെടുക്കുന്ന ഒരു കാലം. അതുകൊണ്ട് ഈ തെമ്മാടികളായിട്ടുള്ള 5 പോലീസുകാരെയും തീർച്ചയായിട്ടും തൊപ്പിയൂരി അവന്മാരുടെ കഴുത്തിന് പിടിച്ച് തത്തിച്ച് സേനയിൽ നിന്ന് പുറത്താക്കുക, ആട്ടിപ്പായിക്കുക, തുരത്തുക. ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ അവരോട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന കാക്കിധാരികൾ പോങ്ങനെ പിടിച്ചു കൊണ്ടുപോയി ഇടിച്ചു തൂറ്റിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പെട്ടുപോകും.